ഒന്നോ രണ്ടോ ഫംഗ്ഷന് പോയപ്പോൾ അവനെ കണ്ടു വർത്താനം പറഞ്ഞു. അതിൽ കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. പക്ഷെ എന്നിട്ട് പോലും അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ ഒരു മാനസികാവസ്ഥ, കാരണം സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിപ്പോയി. മിഗോസ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കണോ വേണ്ടിയോ എന്ന് കുറേ നേരം ആലോചിച്ചിട്ടാണ് ലാസ്റ്റ് ഞാൻ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. വേറെ ഒന്നല്ല കേട്ടോ, എൻ്റെ ലൈഫിൽ ഇന്ന് സംഭവിച്ച ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നല്ല, എനിക്കിന്നൊരു മരിപ്പുണ്ടായിരുന്നു. എൻ്റെ ഡയറക്റ്റ് കസിനല്ല, കുറച്ച് ഡിസ്റ്റൻറ്റ് റിലേഷനാണ്. പക്ഷേ എനിക്ക് അത് കേട്ടപ്പോൾ ഉണ്ടായ ഒരു മരവിപ്പ്. കാര്യം വേറെ ഒന്നല്ല, 20 വയസ്സുള്ളൊരു കുട്ടിയാണ്. അവൻ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. കാര്യം സത്യം പറഞ്ഞാൽ ഞങ്ങളധികം കമ്പനിയല്ല, കോണ്ടാക്റ്റുകളില്ല, ജസ്റ്റ് ഒരു ഡിസ്റ്റൻറ്റ് നമ്മുടെ റിലേറ്റീവാണ്. അത്യാവശ്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ഫംഗ്ഷന് പോയപ്പോൾ അവനെ കണ്ടു വർത്താനം പറഞ്ഞു. അതിൽ കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. പക്ഷെ എന്നിട്ട് പോലും അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ ഒരു മാനസികാവസ്ഥ, കാരണം സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിപ്പോയി. 20 വയസ്സേ ഉള്ളൂ, ജീവിച്ചു തുടങ്ങേണ്ട പ്രായമാണ്. ആ ഒരു ചെറു പ്രായത്തിൽ അവന് ഈ ജീവിതം അവസാനിപ്പിക്കണം എന്ന് തോന്നിയ എന്ത് കാര്യമാണ് അവൻ്റെ ലൈഫിലുണ്ടായെന്ന് അറിയില്ല. ഈവൻ പാരൻസിന് പോലും അറിയില്ല. കാര്യം സൂയിസൈഡ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കണം മെയിൻ ക്വസ്റ്റ്യൻ, എന്താ പ്രശ്നം, എന്താ അവന് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അവൻ ചെയ്തത്. പക്ഷേ പാരൻസിന് ഉത്തരമില്ല. അവൻ്റെ ചേട്ടന് 2 ആൺപിള്ളേരാണ്, അവൻ്റെ ചേട്ടനും നോ ഐഡിയ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത്, ഒന്നോ രണ്ടോ ഫംഗ്ഷന് കണ്ട പരിചയം കാരണം എനിക്ക് അത്രയും ഷോക്കായെങ്കിൽ അവൻ്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിന്, അവൻ്റെ നൈബേഴ്സിന് എങ്ങനെയായിരിക്കും ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഉണ്ടായ ഒരു ഫീലിംഗ്. അപ്പോൾ ഞാൻ ഈ സൂയിസൈഡ് എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം വീഡിയോ ബാക്കി കാണുക, അല്ലാത്തവർ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയിക്കോളൂ. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്, എൻ്റെ വ്യൂ പോയിൻറ്റിൽ അത് ശരിയാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഒറ്റ ബുദ്ധി പ്രയോഗിച്ചത് എന്തുകൊണ്ടായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കണേ. ഈ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ എടുത്തുചാട്ടത്തിന് ചെയ്യുന്നതായിരിക്കാം. എൻ്റെ മുൻപിൽ വേറെ ഓപ്ഷൻ ഇല്ല, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഇത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ഡിസിഷൻ എടുക്കുക. കാരണം അവന് ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ പല പല പ്രോബ്ലംസ് ആയിരിക്കും. നമ്മൾ ഓരോ മനുഷ്യരാണ്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ചിലപ്പോൾ പുറത്ത് കാണിക്കണ എൻ്റെ സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പോസിറ്റീവ് മാത്രമായിരിക്കും. പക്ഷേ എൻ്റെ ഉള്ളിലും കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ജീവിതമാണ്, പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജീവിക്കാനായിട്ട് നമുക്ക് ആ ഒരു ജീവിക്കാനൊരു രസമുള്ളൂ. അല്ലാണ്ട് ഫുൾ നമ്മുടെ ലൈഫ് അടിപൊളിയാണ്, ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ ജീവിക്കണേൽ എന്താ അർത്ഥം. ഇടയ്ക്കിടയ്ക്ക് ജീവിക്കാനൊരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വേണ്ടേ. അപ്പോൾ എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ എക്സാമിൻ്റെ ടെൻഷനായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാം എഴുതി അതിന് പാസ്സായില്ല, സപ്ലി കിട്ടി, ആ ഒരു വിഷമത്തിലായിരിക്കാം സൂയിസൈഡ് ചെയ്യാൻ ചിന്തിക്കണം, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് വലുതായി കഴിഞ്ഞ് ഒരു ഫാമിലി ബേസ്ഡൊക്കെ ആണെങ്കിൽ കടം ഒരു വലിയ പ്രശ്നമാണ്. ലാസ്റ്റ് എത്തി നിൽക്കുന്നത് ആ ഒരു സൂയിസൈഡ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ ലവ് ഫെയിലിയർ, ബ്രേക്കപ്പ്, അങ്ങനെ സൂയിസൈഡ് ചെയ്യാനായിട്ട് പല പല റീസൺസ് ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം ലാസ്റ്റ് എത്തി നിൽക്കണ ഒറ്റ ഉത്തരം സൂയിസൈഡ് മാത്രമാണോ? ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറയുകയാണെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ വളരെ ഇതാണ്. കാരണം അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ജീവിച്ച് കാണിച്ചൂടെ. എനിക്കെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആലോചിച്ചിട്ട് തന്നെ എനിക്ക് ഫുൾ ബ്ലാങ്കാണ്. അവന് ചിലപ്പോൾ എന്ത് പ്രശ്നം ആയിക്കോട്ടെ, എനിക്കറിയില്ല എന്താ റീസൺ എന്നറിയില്ല, എന്തും ആയിക്കോട്ടെ ഒന്ന് ഷെയർ ചെയ്തായിരുന്നെങ്കിൽ മേ ബി അവൻ ആ ഒറ്റ ബുദ്ധിയിൽ തോന്നിയ കാര്യം അവനങ്ങോട്ട് ചെയ്തു. പക്ഷെ നഷ്ടം ആർക്കും അവിടെ? അവനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ്, അവൻ്റെ വീട്ടുകാർക്ക്, അവൻ്റെ കൂട്ടുകാർക്ക്, അവൻ്റെ കൂടപ്പിറപ്പിന്, അവർക്ക് മാത്രമേ നഷ്ടമുള്ളൂ. അവർ ജീവിതകാലം മൊത്തം ദുഃഖിച്ചിരിക്കണ ഒരു കാര്യം, അല്ലെങ്കിൽ അവരെ മരിക്കണ ഒരു ടൈം വരെ അവരുടെ ഉള്ളിലായി വേദന ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കണം, അല്ലെങ്കിൽ ഇപ്പോഴും എന്തെങ്കിലും പ്രശ്നമുണ്ട്, എനിക്ക് ആരോടത് പറയാൻ പറ്റണില്ല, പക്ഷെ നിങ്ങളുടെ ലാസ്റ്റ് ഓപ്ഷൻ അല്ല സൂയിസൈഡ്,
ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ജീവിതം എന്ന ആ ഒരു ദൈവത്തിന് മാത്രമാണ് നമ്മുടെ ജീവൻ തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു റൈറ്റ് ഉള്ളൂ അല്ലേ? അപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിക്കോട്ടെ ലൈഫിൽ, ഒരുപാട് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതെല്ലാം ഫേസ് ചെയ്യുക, അതാണ് മനുഷ്യൻ. അല്ലാണ്ട് ഒറ്റൊരു വേണ്ടിയിട്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നണില്ല. ഇന്ന് ഞാൻ ആ മരണ വീട്ടിൽ പോയപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ്, അവൻ എന്തിനാ ഇത് ചെയ്തത്, ഞങ്ങളൊക്കെ അവൻ ഉണ്ടായിരുന്നില്ലേ, തുറന്ന് പറയാറുന്നില്ലേ, ആ പ്രശ്നം ഞങ്ങൾ സോൾവ് ചെയ്തേനേലോ. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവന് തോന്നണം എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും കൂടെ നിൽക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കണേക്ക് മുമ്പ് ചിലപ്പോൾ അവൻ പലരെയും വിളിച്ചിട്ടുണ്ടായിരിക്കും. അവന് ചിലപ്പോൾ ഒന്ന് തുറന്ന് സംസാരിച്ചെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്നു, അവൻ്റെ ലൈഫ് ഇന്നും ഉണ്ടായേനെ. പക്ഷേ നമ്മളെല്ലാവരും തിരക്കുള്ള മനുഷ്യന്മാരാണ്. ഈവൺ ഇപ്പം എന്നെ വിളിച്ചാലും പെട്ടെന്ന് ഞാൻ ജസ്റ്റ് അവൻ തമാശയ്ക്ക് വിളിക്കുകയായിരിക്കും, ഞാൻ പിന്നെ വിളിക്കാം, ചിലപ്പോൾ ഞാൻ ഒരു സംസാരിച്ചായിരുന്നെങ്കിൽ അവൻ്റെ പ്രശ്നം അവിടെ തീർന്നേനെ. അപ്പോൾ നമ്മളെക്കൊണ്ട്, അതായത് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി, നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളെ സ്നേഹിക്കുന്നവർക്ക് സമയം കൊടുക്കുക, അവർക്ക് എന്താണ് പറയാനുള്ളത്. അല്ലാണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങൾ ഇങ്ങനെ വാദോരാണ്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന വ്യക്തിക്ക് അവരുടെ മനസ്സിൽ എന്താണ്, അവർക്ക് പറയാനുള്ളത് എന്താണെന്നുള്ള കാര്യം കേൾക്കാൻ കുറച്ച് ടൈം കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പ്രശ്നങ്ങളുണ്ടാവും, അവർക്ക് സന്തോഷങ്ങളുണ്ടാവും, പക്ഷെ അതൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണ് അവരുടെ മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവുക. അപ്പം നമ്മളെ സംബന്ധിച്ച് ബാക്കിയുള്ളവർക്ക് കുറച്ച് ടൈം കൊടുക്കുക അവരുടെ കാര്യങ്ങൾ അവർക്ക് പറയാനായിട്ട്. അത് ഈ കാര്യങ്ങൾ പറയണത് എൻ്റെ ഇന്നത്തെ ആ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല, ഈ സൂയിസൈഡ് ആ ഒരു പോയിന്റ്, ആ ഒരു ഫുൾ ഇതിനകത്താണ് ഞാൻ പറയണത്. ഇപ്പോൾ സൂയിസൈഡ് എന്നുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ മെയിൻ പ്രശ്നം ചിലപ്പോൾ ലവ് ഫെയിലിയർ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സാം ഫെയിലിയർ ആയിരിക്കാം, ഒരു സപ്ലി കിട്ടിയതായിരിക്കാം. പക്ഷേ ഇതൊക്കെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ പാരൻസ് അല്ലേ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും? ചിലപ്പോൾ നമ്മൾ ആലോചിക്കും നമ്മുടെ ഫ്രണ്ട്സിന് എന്തോരം പ്രശ്നം ഉണ്ടാവും, അവർക്ക് ഇത് താങ്ങാൻ പറ്റുമോ? പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട മെയിൻ ഒരു ഫാക്ടർ നമ്മുടെ പാരൻസാണ്, നമ്മുടെ മാതാപിതാക്കൾ. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ഇന്ന് ഈ കാണുന്ന ഒരു രൂപത്തിൽ അല്ലെങ്കിൽ ഒരു നിലയിൽ അവരെത്തിച്ചേക്കണത്. പറയുമ്പോൾ ചിലപ്പോൾ പറയും അറ്റാച്ച്മെൻറ്റ് കൊണ്ട് പറയണേ ആയിരിക്കും, പക്ഷേ അറ്റാച്ച്ഡ് ആണ്, അതൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ ലോകത്തിൽ വന്നേക്ക് മുമ്പ്, നമ്മളൊരു രൂപമാവണേക്ക് മുമ്പ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും നമ്മളെ കാണാൻ ആഗ്രഹിച്ചതും ആ രണ്ട് വ്യക്തികളാണ്. ബാക്കി എല്ലാവരും നമ്മളിന്ന് സ്നേഹിക്കുന്നത് നമ്മളൊരു രൂപമായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളൊരു നിലയിലെത്തിയിട്ട് മാത്രമാണ്. അപ്പോൾ ആ വീട്ടുകാരെ പോലും നമ്മൾ ഓർക്കാണ്ടാണ് ഒരു എടുത്തുചാട്ടത്തിന് ചെയ്യണത് അല്ലേ? അവർ സത്യം പറഞ്ഞാൽ ആ പാരൻസ് ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ടേ അവർ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. അവനെ വളർത്തുന്ന രീതി അല്ലെങ്കിൽ അവളെ ആ ഒരു വളർത്തുന്ന രീതി, ഈ ക്യാരിങ് അയക്കുമ്പോൾ ആ അമ്മ ഫേസ് ചെയ്യണ പ്രശ്നങ്ങൾ, ഇതൊന്നും നമുക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്കൊന്നുമില്ല, ജസ്റ്റ് എനിക്ക് എന്തെങ്കിലും തോന്നുന്നു, ഞാൻ പറയുന്നു, നിങ്ങളത് കേൾക്കുന്നു. പക്ഷേ ആ ഒരു ഫീലിൽ എത്തണമെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകണം. ആ ക്യാരിങ് ആയിരിക്കുമ്പോൾ ആ അമ്മ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവളെല്ലാ പ്രശ്നവും ഫേസ് ചെയ്യാൻ റെഡിയാണ്. കാരണം അവളുടെ കുഞ്ഞ് സേഫ് ആയിരിക്കണം, ആ ഒരൊറ്റ ആഗ്രഹമുള്ളൂ. അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലോ മര്യാദക്ക് ഉറക്കില്ല, ഫുഡ് കഴിക്കണില്ല, ഡിപ്രഷൻ, അങ്ങനെ പല സ്റ്റേജിൽ കൂടെ പോകുന്നുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ ആ കുഞ്ഞ് ഓക്കെ ആയിരിക്കണം, ലോകത്ത് വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവരുത്, അവനല്ലെങ്കിൽ അവൾ സേഫ് ആയിരിക്കണം. അവരുടെ പല ഇഷ്ടങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ലോകം കാണിക്കുന്നത്. വളർന്ന് വലുതായാലോ അവൻ്റേതായ അല്ലെങ്കിൽ അവളുടേതായ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തുടങ്ങി, സ്കൂളിൽ പോവാറായി, ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവലെത്തി, കൊച്ചൊന്ന് സ്കൂളിൽ നിന്ന് തിരിച്ചു വരാൻ കുറച്ച് വൈകി കഴിഞ്ഞാൽ ആ പാരൻസ് അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ, അങ്ങനെ പല പല കേസുണ്ട്. അതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല, നമ്മൾ ആ എടുത്തുചാട്ടത്തിന് ചെയ്യുന്നു. ആ പാരൻസ് അത്രയോ നാൾ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയത് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ട് ഉള്ളൊരവസ്ഥ. സത്യം പറഞ്ഞാൽ ഓർക്കുമ്പോൾ തന്നെ ഫുൾ ബ്ലാങ്ക് ആയി പോവാം ആ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ. അത്രയും വളർത്തി വലുതാക്കിയ മോൻ അല്ലെങ്കിൽ മോള് ഒറ്റൊരു കയറിൽ അല്ലെങ്കിൽ ഒരു ബ്ലേഡ് കഷ്ണത്തിൻ്റെ അറ്റത്ത് തീർത്തു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ കുട്ടികളെ പറ്റിയാണ്. ഇതേപോലെ തന്നെ നേരെ ഒന്ന് ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് ചിന്തിച്ച് നോക്കി. പാരൻസ്, അതായത് അമ്മ അല്ലെങ്കിൽ അച്ഛൻ സൂയിസൈഡ് ചെയ്യുക, ആ ഒരു കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെ ലൈഫിലുണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം ഉത്തരവാദിത്തം അവരുടെ പാരൻസിനാണ്. അവരാണ് ഈ ലോകത്തേക്ക് അവരെത്തിച്ചേക്കണത്. അങ്ങനെ ഉള്ളപ്പോൾ നമ്മുടെ ലൈഫിലൊരു പ്രശ്നം വന്നു, നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ജീവിതം അവസാനിപ്പിച്ചു. പക്ഷേ കഷ്ടപ്പെടാൻ പോണ ആരാ? ആ കുഞ്ഞും മക്കളും മാത്രമാണ്.
അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇനി എന്താണെന്നുള്ള സ്റ്റേജ് അറിയാത്ത പ്രായത്തിൽ പോലും സൂയിസൈഡിന് ഇഷ്ടം പോലെ പാരൻസിനെ എനിക്കറിയാം. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ലൈഫാണ് പോണത്. അവിടെ ഒറ്റപ്പെടലും ഒരു അച്ഛനും അമ്മയും സ്നേഹിക്കണ പോലെ വേറെ ആർക്കും അവർക്ക് സ്നേഹിക്കാൻ പറ്റില്ല ഈ ലോകത്തിൽ. സ്നേഹിക്കുന്നവരുണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷേ ആ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടേണ്ട സമയത്ത് അവർക്ക് അത് തന്നെ കിട്ടണം. അല്ലാണ്ട് കുറേ കാശ് അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവരുടെ ജീവിതത്തിൽ അവർക്ക് ജീവിക്കണം, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട്, എനിക്ക് എന്ത് പ്രോബ്ലം ഫേസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു കെയർ കിട്ടിയിരിക്കണം. ഞാൻ കോളേജിൽ പിള്ളേരെ പഠിപ്പിക്കാനാണ്. ഇഷ്ടംപോലെ പിള്ളേരെ ഒരു ദിവസം കാണാറുണ്ട്. നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയുടെ മുഖം മാറിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ക്ലാസ്സിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ അവരെ പേഴ്സണലി വിളിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്, എന്താണ് പ്രശ്നം. അപ്പം 3-4 പേരുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയ റെസ്പോൺസ്, അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഷെയർ ചെയ്യാൻ പറ്റണില്ല. ഞാൻ എന്തുകൊണ്ട് പറ്റണില്ല, വീട്ടിൽ അച്ഛനും അമ്മയുണ്ട് അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ട്, ഷെയർ ചെയ്യണം. അവർ പറയണ ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് ഷെയർ ചെയ്യണം, പക്ഷെ അവർക്ക് ടൈമില്ല കേൾക്കാൻ. നമ്മളെന്താ പറയുക, പണ്ടത്തെ കാലമൊന്നുമല്ല ഇപ്പോൾ. പണ്ടെന്ന് പറഞ്ഞാൽ പാരൻസ് ഏറ്റവും കൂടുതൽ ആ ഒരു സേഫ് സോണിലാണ് നമ്മളെ വളർത്തിയത്. നമുക്ക് എന്തും പറയാം, സംസാരിക്കാം, അതാണ് മെയിൻ കമ്മ്യൂണിക്കേഷൻ. പക്ഷെ ഇന്നത്തെ പാരൻസിന് അതൊട്ടുമില്ല. എല്ലാവരൊന്നും പറയില്ല, പക്ഷേ പണ്ടത്തെ പോലെ പിള്ളേരുടെ വിശേഷങ്ങൾ കേൾക്കുന്ന വളരെ ചുരുക്കം പാരൻസേ ഉള്ളൂ. എൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ എൻ്റെയൊക്കെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക. ആ സമയത്ത് നമ്മൾ 4 പേരുടെയും അന്നത്തെ ദിവസത്തിലുണ്ടായ വിശേഷങ്ങൾ പറയാം, കുറച്ച് നേരം കളിച്ച് ചിരിച്ചിരിക്കുക, ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. പക്ഷേ ഇന്നത്തേന്ന് പറഞ്ഞാൽ ആർക്കും സമയമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ബിസി ലൈഫാണ്. പൈസ ഉണ്ടാക്കണം, ജോലി വേണം, പിള്ളേരെ പഠിപ്പിക്കണം. എന്നാൽ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലാണ്ട് അവർക്ക് വേണ്ട സാധനങ്ങളോ അവർക്ക് വലിയ എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പാരൻസ് കൂടെ ഉണ്ടെന്ന് അവർക്ക് തോന്നണം. അതെങ്ങനെ തോന്നണം, നമ്മൾ അവരോട് സംസാരിക്കണം. നമുക്ക് ഉള്ള സമയത്തിൻ്റെ ഒരു കുറച്ച് സമയമെങ്കിലും നമ്മുടെ പിള്ളേർക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ അവർക്ക് ഈ ചീത്ത കൂട്ടുകെട്ടോ അല്ലെങ്കിൽ വല്ല മോശമായിട്ടുള്ള പ്രണയത്തിലേക്ക് ഒന്നും അവർ പോകില്ല. അവർക്ക് വീട്ടിൽ കിട്ടാത്ത ആ ഒരു സ്നേഹം പുറത്തൊരാൾ കൊടുക്കുമ്പോഴാണ് അവർ അങ്ങടേക്ക് പോണത് അല്ലേ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു സ്പേസ്, അല്ലാണ്ട് അവരെ വടിയെടുത്ത് നീ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് സ്ട്രിക്റ്റ് ആവണം, സ്ട്രിക്റ്റ് ആവേണ്ടെന്നല്ല, സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് നമ്മൾ സ്ട്രിക്റ്റ് ആവണം. പക്ഷേ അതേപോലെ തന്നെ പിള്ളേർക്കൊരു സ്പേസ് നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മളൊരു നല്ല പാരൻ്റാന്ന് പറയാൻ പറ്റുള്ളൂ. പല സമയത്തും കോളേജിൽ പാരൻസ് വരുമ്പോൾ അവരുടെ വായിൽ തന്നൊരു ഡയലോഗാണ്, വേറെ ഒന്നല്ല, വീട്ടിലെ പല പ്രശ്നങ്ങളും അവൻ അറിയിക്കണില്ല അല്ലെങ്കിൽ അവൾ അറിയിക്കുന്നില്ല. പല ജീവിത സാഹചര്യത്തിലും പല പ്രശ്നങ്ങളും അറിയിക്കാണ്ടാണ് അവർ ഇത്രയും എത്തിച്ചത്. അവർ പറയുന്ന സാധനങ്ങൾ അപ്പം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ചെയ്യുന്ന ശുദ്ധ മണ്ടത്തര. കഷ്ടപ്പാട് അറിയിച്ച് തന്നെ പിള്ളേരെ വളർത്താം. നമ്മുടെ സാമ്പത്തികം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻ എന്താണെന്ന് പിള്ളേരെ അറിയിക്കുക. അല്ലാണ്ട് അവരെ അറിയിക്കാണ്ട് അവർ പറഞ്ഞ സാധനങ്ങൾ വില കൂടി ഗിഫ്റ്റ്, അവർക്ക് ഐഫോൺ വേണം, അവർക്ക് ലാപ്ടോപ്പ് വേണം, അതൊന്നുമല്ല. നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താണോ അത് പിള്ളേരെ അറിയിക്കുക. ഇന്നത്തെ പിള്ളേരെ പറ്റി പറയാനായിട്ടാണെങ്കിൽ സത്യം പറഞ്ഞാൽ പണ്ടത്തെ ഒരു ജനറേഷൻ വെച്ചിട്ട് ഇന്നത്തെ പിള്ളേർക്ക് തീരെ ധൈര്യമില്ല. കാരണം ഒരു പ്രശ്നവും അവരെ കൊണ്ട് ഫേസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു പ്രശ്നം വന്ന് അപ്പം തന്നെ അവരുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് എത്തുന്ന കാര്യം തീർക്കാം, ഈ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കാൻ വളരെ ഈസിയാണ്. ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും. ലവ് ഫെയിലിയർ ആയിക്കോട്ടെ, ഒരു പെണ്ണ് ചതിച്ചു അല്ലെങ്കിൽ ഒരു ചെക്കൻ ചതിച്ചു, തീർക്കാവുന്ന അത്രേ ഉള്ളൂ നമ്മുടെ ജീവിതം. അതിന് വേണ്ടിയിട്ടാണോ നമ്മുടെ വീട്ടുകാർ ഇത്രയും വളർത്തി വലുതാക്കി അവരുടെ കണ്ണിലെ കൃഷ്ണമണി ഇത്രയും കൊണ്ടുവന്ന് എത്തിച്ചത്? അല്ല. ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ചെക്കൻ പോയി കഴിഞ്ഞാൽ അതിനേക്കാളും ബെസ്റ്റ് ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും, 100% ഉറപ്പാണ്. നിങ്ങൾക്ക് ആപ്റ്റായിട്ടൊരാളെ ആ ടൈമിൽ നിങ്ങളുടെ മുമ്പിൽ ദൈവം എത്തിച്ചു തരും. ഇപ്പോൾ അതേപോലെ തന്നെ വീട്ടുകാർ പണിഷ്മെൻറ്റ് വന്നു, അല്ലെങ്കിൽ അച്ഛൻ ചീത്ത പറഞ്ഞു, അമ്മ ചീത്ത പറഞ്ഞു, സ്കൂളിൽ ടീച്ചർ തല്ലി, ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തൊരു റീസൺ. ജീവിതം അങ്ങോട്ട് തീർക്കാം, അങ്ങോട്ട് മരിച്ചു കളയാം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അല്ല, നമ്മളെ പണിഷ്മെൻറ്റ് ചെയ്യണത് നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും തന്നെയല്ലേ. അവരല്ലേ നമ്മൾ ഈ ലോകം കാണിച്ചത്. അവർക്കില്ലേ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള അവകാശം. പിന്നെ ആർക്കാ? അവർക്ക് അവകാശമില്ലെങ്കിൽ പിന്നെ ആർക്കാ? അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്കോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ട് ശരിയല്ല, അത് നമ്മളെ തിരുത്തി തരേണ്ടത് പാരൻസ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് എത്ര സ്ട്രിക്റ്റും ആയിക്കോട്ടെ, എത്ര തല്ലിക്കോട്ടെ, അത് നമ്മുടെ ജീവിതം നല്ല രീതിക്ക് കൊണ്ടുപോകാനോ ഒരു പാരൻസും അവരുടെ മക്കൾ മോശം രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കില്ല. അങ്ങനെ തോന്നുന്ന ആ ഒരു ടൈമിലാണ് ഏതൊരു പാരൻറ്റും കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പം അധികം വലിച്ചു നീട്ടില്ലാണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു ഇന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റ് അറിഞ്ഞപ്പോൾ തന്നെ.
അപ്പോൾ ഇങ്ങനെ മരിക്കാൻ, അതായത് സൂയിസൈഡ് ചെയ്യാൻ, ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് ഇന്നും ഉണ്ടാവും, ഈ വീഡിയോയും കണ്ടുകൊണ്ടിരിക്കണ്ടാവും. അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള വേറെ ഒറ്റ കാര്യമില്ല, ആ ഒരു കയറിൽ അവസാനിപ്പിക്കണേക്ക് മുമ്പ്, അല്ലെങ്കിൽ ആ ബ്ലേഡ് എടുത്ത് കയ്യിൽ വരയണേക്ക് മുമ്പ് നിങ്ങളെ സ്നേഹിക്കണവരെ കുറിച്ചൊന്ന് ഓർത്ത് നോക്കും. നിങ്ങൾ കാരണം അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ സന്തോഷം മൊത്തം പോകും. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കണേക്ക് മുമ്പ് നിങ്ങളെ സ്നേഹിക്കണവരെ പറ്റി ആലോചിക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ബൈ.